പാർത്ഥ, ABC അല്ലെങ്കിൽ മീഡിയ മലയാളം ഒരു BJP ചാനലാണ്. അതെ. അപ്പോൾ BJP ചാനൽ ആയതുകൊണ്ട് നമ്മൾ ഈ വീണാമണിയെ വിളിച്ചിരുത്തി വീണാമണി കുറെ സത്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷെ വീണാമണി ഒരു കള്ളനാണയമാണ്. പോലീസിനെ CPM-നെ സംരക്ഷിക്കാനായി ആരോ എന്നല്ല, പോലീസ് തന്നെ ഇറക്കിയ ഒരാളാണ് വീണാമണി. പറയുന്നത് ഞാനല്ല. ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി വെച്ചുകൊണ്ട് ഒരു സാമൂഹ്യ പ്രവർത്തകനെന്നും അഡ്വക്കേറ്റ് എന്നും പൊളിറ്റിക്സിൽ എന്തൊക്കെയോ സംഭവമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് CPM വിരുദ്ധതയും BJPയും കോൺഗ്രസ് അനുകൂല സമീപനവുമുള്ള പ്രതിപക്ഷം എന്ന് പറയുന്ന ഒരു ചാനലിലിരുന്ന ഒരു മഹാൻ, അറിവിന്റെ നിറകുടമായ മഹാൻ, അതായത് നവീൻ ബാബുവിന്റെ വിഷയത്തിൽ പോലീസ് പോലും കണ്ടുപിടിക്കാത്ത കാര്യങ്ങൾ 46 വീഡിയോയിലൂടെ കണ്ടുപിടിച്ച മനുഷ്യൻ ആ മഹാൻ ഇരുന്ന് വിളമ്പുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. വീണാമണി ഇറക്കിയത് പോലീസാണ് എന്ന് വെച്ചാൽ പോലീസിന് പിന്നെ ഈ കാര്യങ്ങൾ കോടതിയിൽ കാണിച്ചുകൊണ്ട് ഇത്തരം കള്ളക്കഥകൾ പ്രചരിക്കുന്നു. അതുകൊണ്ട് മാധ്യമങ്ങൾ ഇനി നവീൻ ബാബുവിന്റെ വിഷയം ചർച്ച ചെയ്യരുത് എന്ന് വരുത്തി തീർക്കാനായി വീണാമണിയെ പോലീസ് ഇറക്കിയതാണ്. ഇത്ര ഒരു ഹർജി കൊടുത്തിട്ട് അതിന് നിങ്ങളാരാ? ഇപ്പം ആ വീഡിയോയിൽ ആ മഹാനായ വ്യക്തി എന്നെയും പാർത്ഥനെയും ഒക്കെ പേരെടുത്ത് പറയാതെ തന്നെ നമ്മുടെ ചോദ്യങ്ങൾ എഴുതി വെച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നുണ്ട്. നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എത്ര വീഡിയോ ചെയ്തു എന്ന് കണക്കില്ല. കാരണം നമ്മൾ കണക്ക് വയ്ക്കാത്തത് നവീൻ ബാബുവിൻ്റെ മരണത്തിൽ സത്യസന്ധമായ അന്വേഷണം വേണം, CBI വരണം, മഞ്ജുഷയ്ക്കൊപ്പമാണ് ഞങ്ങൾ. അതിൽ വീഡിയോയുടെ എണ്ണം ഒന്നും നോക്കിയല്ല മീഡിയ മലയാളവും ABCയും പ്രവർത്തിക്കുന്നത്. പിന്നെ ABCയും മീഡിയ മലയാളം ഒരു BJP ചാനലാണ് എന്ന് പറയുന്നവരോട് കൂടി ഒരു വാക്ക് പറയാം. ഇവിടെ പിണറായിക്ക് അനുകൂലവുമായും പിണറായിക്ക് വിരുദ്ധമായും വാർത്തകൾ ചെയ്യാറുണ്ട്. കോൺഗ്രസിന് അനുകൂലമായും കോൺഗ്രസിന് വിരുദ്ധമായും വാർത്തകൾ ചെയ്യാറുണ്ട്. എനിക്ക് തോന്നുന്നു സുരേന്ദ്രനെ നിശ്ചിതമായി വിമർശിക്കുന്ന ഏക ചാനൽ ഒരുപക്ഷെ മീഡിയ മലയാളം മാത്രമായിരിക്കും. ഞങ്ങൾക്കങ്ങനെ നിഷ്പക്ഷമാണെന്ന് 100% ഞങ്ങൾ പറയുന്നില്ല. പക്ഷേ അങ്ങനെ ഒരു ചാനലിനെ മാത്രം പ്രീതിപ്പെടുത്തി പോകേണ്ട ഗതികേടൊന്നും മീഡിയ മലയാളത്തിന് ABCക്കും ഇല്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഇതുവരെയുള്ള കാര്യം. എന്താണ് ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളത്? യഥാർത്ഥത്തിൽ ഇന്നലെ ഞാൻ ആ വീഡിയോ കണ്ടു. ആ വീഡിയോ കണ്ടപ്പോൾ ഞാനിങ്ങനെ ഞെട്ടിപ്പോയി. കാരണം വീണാമണിയെ പോലീസ് ഇറക്കിയതാണ്. ഞാൻ പോലീസ് ഇറക്കിയതാണോ ഇനി? എനിക്കറിയില്ലല്ലോ എന്താണ് പറയുന്നത്. ഈ പറയുന്ന പ്രതിപക്ഷം എന്ന് പറയുന്ന ചാനലിലിരുന്ന് പറയുന്ന അദ്ദേഹത്തോട് തികഞ്ഞ ബഹുമാനത്തോടു കൂടി തന്നെ പറയട്ടെ, ഈ പറയുന്ന ചാനൽ ചർച്ചകളിലൂടെ വന്ന് ചാനൽ ചർച്ചകളിലൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് കൃത്യമായി വിലയിരുത്തലുകളൊക്കെ നടത്തുന്ന ഒരാളാണ്. അദ്ദേഹത്തെ പോലെയുള്ള ഒരാൾ ഇത്തരം വില കുറഞ്ഞ ഒരു തരം അഭിപ്രായ പ്രകടനങ്ങൾ നടത്താൻ പാടില്ല എന്നുള്ളതാണ്. കാരണം ഒന്ന്, അദ്ദേഹം പറയുന്നത് ഞാൻ 45ഓളം വീഡിയോ, ധന്യ പറഞ്ഞ പോലെ 46ാമത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട് നവീൻ ബാബുവിൻ്റെ കേസിന് വേണ്ടി, അതിൻ്റെ പുറകെ തന്നെ പോയിട്ടുണ്ട് എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. ശരിയാണ്. ഇപ്പോൾ ധന്യ പറഞ്ഞത് വീണ്ടും ഞാൻ കടമെടുക്കുകയാണ്. നമ്മൾ ചെയ്ത വീഡിയോയുടെ എണ്ണം നമ്മൾ എണ്ണിയിട്ടില്ല. നവീൻ ബാബുവിൻ്റെ കേസ് മുതൽ ഇന്ന് വരെ നമ്മൾ എത്ര വീഡിയോ ചെയ്തു എന്നും എങ്ങനെയാണ് ഈ കാര്യങ്ങൾ ചെയ്തതെന്നൊന്നും നമ്മൾക്ക് അറിയില്ല. കാരണം വീഡിയോ ചാനൽ എടുത്ത് പരിശോധിക്കേണ്ടി വരും നമ്മൾ എത്ര വീഡിയോ ചെയ്തതെന്ന് അറിയാൻ വേണ്ടി. നിരന്തരമായി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ അടിയിൽ വന്നിട്ട് നവീൻ ബാബു കേസൊക്കെ വിടാറായില്ലേ, വേറൊരു ചാനലിലും ഇല്ലല്ലോ, നിങ്ങൾക്ക് ഇതേ ഉള്ളോ എന്നൊക്കെ ചോദിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എല്ലാ ദിവസവും ഇത് ഫോളോ ചെയ്തിരുന്നു. എനിക്ക് തോന്നുന്നില്ല ഒരു ദിവസം പോലും നവീൻ ബാബുവിൻ്റെ കേസില്ലാതെ നമ്മൾ പോയിട്ടില്ല. നമ്മൾ പറഞ്ഞു ഇത് എവിടെയെങ്കിലും ഒന്ന് എത്തുന്നത് വരെ നമ്മൾ ഈ കേസിൻ്റെ പുറകെ നമ്മൾ നിരന്തരമായി പോകും. ഒരാളും ചർച്ച ചെയ്യാത്ത സമയത്തും നമ്മളത് ചർച്ച ചെയ്തിരുന്നു എന്നുള്ളത് തന്നെയാണ്. ഇദ്ദേഹം പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതായത് വീണാമണിയെ പോലീസ് ഇറക്കിയതാണ് എന്ന്. അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, വീണാമണിയെ പോലീസ് ഇറക്കിയതാണെങ്കിൽ അന്ന് നവീൻ ബാബു മരിച്ചതിന് ശേഷം ഈ പറയുന്ന സ്ത്രീ അവിടെ അതായത് ഇതൊരു ആത്മഹത്യയാണ് എന്നാണ് വാർത്തകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. യാതൊരു തരത്തിലും മറ്റ് സംശയങ്ങളൊന്നും ഇല്ല. അപ്പോൾ ആ സമയത്ത് കഷ്ടപ്പെട്ട് ഇവർ മലയാളപ്പുഴയിലെ വീട്ടിലെത്തി പ്രവീൺ ബാബു എന്ന് പറയുന്ന നവീൻ ബാബുവിൻ്റെ സഹോദരനെ കണ്ട് അകത്ത് ചെന്ന് പേഴ്സണലായിട്ട് അവരോട് പറയുകയാണ്, നിങ്ങൾ ഈ പോസ്റ്റ്മോർട്ടത്തിൽ വിശ്വസിക്കരുത്, ഈ പോസ്റ്റ്മോർട്ടം പരിയാരത്താണ് നടന്നത്, ഇതിൽ അട്ടിമറി ഉണ്ടായിരിക്കും, അതുകൊണ്ട് നിങ്ങൾ ഇത് മാറി ചിന്തിക്കണം എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരാൾ അന്ന് ഏത് പോലീസുകാരനാണ് ഇവർ അങ്ങോട്ട് വിട്ടത്? ഈ കേസ് പോലീസിൻ്റെ അന്വേഷണത്തിൽ വരെ എത്തുമെന്നും പോലും അറിയാതിരുന്ന, ഇങ്ങനെ ഒന്നും ആവുമെന്ന് അറിയാതിരുന്ന ഒരു സമയത്ത് ഏതോ ഒരു പോലീസുകാരൻ കവടി വെച്ച് നിരത്തി ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് പോലീസിലെ ജ്യോത്സ്യന്മാർ കണ്ടുപിടിച്ചയച്ചതാണോ? ഇതിന് മറുപടി പറയേണ്ടത് ഈ പറഞ്ഞ ആരാണ്, വീഡിയോയിലുള്ള ആളാണ്. ഒന്ന്. രണ്ടാമത്തെ അദ്ദേഹം പറയുന്നുണ്ട് ആ കുടുംബം അന്ന് അങ്ങനെയൊന്നും ആയിരുന്നില്ല, പെട്ടെന്ന് റീപോസ്റ്റ്മോർട്ടം നടത്താനൊന്നും പറ്റാത്ത അവസ്ഥയിലായിരുന്നു. റീപോസ്റ്റ്മോർട്ടം നടത്തുമ്പോൾ 4-5 ദിവസം ബോഡി സൂക്ഷിക്കേണ്ടി വരും, അപ്പോൾ അത്രയും പെട്ടെന്ന് ഇത് ദഹിപ്പിക്കുക എന്ന രീതിയിലേക്കായിരുന്നു അവർ ചിന്തിച്ചതെന്ന്.
അങ്ങനെയാണോ ഒരു കുടുംബം ചിന്തിക്കേണ്ടത്? കാരണം ഏതെങ്കിലും ഒരു തരത്തിൽ സംശയമുണ്ടായിരുന്നെങ്കിൽ പലതരത്തിൽ നവീൻ ബാബു മഞ്ജുഷയോടും മറ്റാളുകളോടും ഒക്കെ പലതരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു എന്ന് നമുക്ക് പിന്നീട് പുറത്തു വന്നല്ലോ. അങ്ങനെ ഒരു വിഷയത്തിൽ PP ദിവ്യയെ പോലുള്ള ഒരാൾ ഇത്രയും പ്രശ്നമുണ്ടാക്കിയൊരു സമയത്ത് വളരെ പ്രശ്നത്തിൽ നിൽക്കുന്ന ഒരാളുടെ മരണത്തെപ്പറ്റി ഒരാൾ വന്ന് സംശയം ഉന്നയിക്കുമ്പോൾ ഇങ്ങനെയാണോ കുടുംബം ചിന്തിക്കുക? യഥാർത്ഥത്തിൽ മഞ്ജുഷയും ഭാര്യയും ഒന്നും ഇത് അറിഞ്ഞിട്ടില്ല. പ്രവീൺ ബാബുവിന് ചെന്ന് ഇവർ കണ്ട് കാര്യം പറയുമ്പോൾ ഇവർ പറയുന്നു CPMന്റെ ഹോസ്പിറ്റലാണ്, അവിടെ ഒന്നും ഈ പറയുന്ന പോസ്റ്റ്മോർട്ടം നടത്തിയാൽ ഇതൊന്നും പുറത്തു വരില്ല എന്ന് പറയുന്നു. അതിന് മറുപടിയായി ഇവർ പറയുന്ന ഒരു കാര്യമുണ്ട്, അമൃതാനന്ദമയി ഹോസ്പിറ്റലിൽ അമൃത ഹോസ്പിറ്റലിൽ ഏതെങ്കിലും ഒന്നിൽ ഈ പോസ്റ്റ്മോർട്ടം നടത്തണം. ഷേർലി വാസു എന്ന് പറയുന്ന കേരളത്തിലെ പ്രമുഖയായ ഫോറൻസിക് സർജൻ ഉണ്ട്, വിരമിച്ചവരാണ്, അവരെ വിളിച്ചു വരുത്തി അവരോട് സഹകരിക്കാൻ പറയണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹം പറയുന്ന കാര്യം അമൃതാനന്ദമയി ഹോസ്പിറ്റലിൽ പിന്നെ ഇത് നടത്തണം, റീപോസ്റ്റ്മോർട്ടം നടത്തണമെന്ന് ഈ സ്ത്രീ പോയി പറയുന്നു. ഏതോ ഒരു ഷേർലി എന്നങ്ങനെ പറയുന്ന ഒരാളുണ്ട്, അവർ പോസ്റ്റ്മോർട്ടം നടത്തി പരിചയസമ്പന്നൻ. ഷേർലി വാസുവിനെ അറിയില്ല. കേരളത്തിലെ പ്രശസ്തയായിട്ടുള്ള ഫോറൻസിക്സ് വിദഗ്ധ ഷേർലി വാസുവിനെ അറിയാത്ത ആളാണോ ഈ ചാനലിൽ ഇരുന്ന് സംസാരിക്കുന്നത്? അദ്ദേഹത്തോട് എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് തന്നെ ചോദിക്കുകയാണ്. അത് മാത്രമല്ല ഇദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം, ഇവർ ഡ്രൈവർ എന്ന് പറയുന്നില്ല, അവരുടെ സംസാരം നമുക്ക് അറിയാം, ഡൈവർ എന്ന് പറഞ്ഞു. മാത്രമല്ല പട്ടിയെ കൊണ്ട് ഇൻക്വസ്റ്റ്, പട്ടിയെ വിളിച്ചുകൊണ്ടുവന്ന് മരിച്ചതിന് ശേഷം പട്ടിയെ വിളിച്ചുകൊണ്ടുവന്ന് പട്ടിയുടെ ഇൻക്വസ്റ്റ് തയ്യാറാക്കുന്നതിനെ കുറിച്ച് അവർ സംസാരിച്ചു. പട്ടിയുടെ ഇൻക്വസ്റ്റ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത്? മാത്രമല്ല രാവിലെയാണ് 14-ാം തീയതി മരിച്ച ഒരാളിന്റെ 15-ാം തീയതിയാണ് പോസ്റ്റ്മോർട്ടം നടന്നത്. ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ എങ്ങനെയാണ് തലേ ദിവസം നടന്ന് അവിടുത്തെ സ്റ്റാഫ് കണ്ടത് എന്നൊക്കെയാണ് ഇദ്ദേഹം ചോദിക്കുക. എനിക്ക് തോന്നുന്നു ഇദ്ദേഹം നവീൻ ബാബുവിന്റെ മരണം ഒരു കൊലപാതകമല്ല, ആത്മഹത്യയാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുകയാണോ എന്ന് ഈ വീഡിയോയിലൂടെ എനിക്ക് തോന്നുന്നു. രണ്ടാമത്തെ കാര്യം, നവീൻ ബാബുവിന്റെ വിഷയം എന്നിലൂടെ മാത്രമേ അതാണ് കാര്യം. ഞാൻ ആ പോയിന്റിലേക്കാണ് വരാൻ ശ്രമിച്ചത്. കാരണം 46 വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, ഞാനാണ് ഇതിന്റെ കാര്യങ്ങൾ മുഴുവൻ നോക്കുന്നത്. എല്ലാവർക്കും അറിയാം. വീണാമണി എന്ന് പറയുന്ന ഒരാൾ വന്നിട്ട് ഇത് പറഞ്ഞൊന്നുമല്ല, ഞാനാണ് ഇതിന്റെ പുറകെ പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും എന്നിലേക്ക് ശ്രദ്ധിക്കൂ, ഇവിടെ കമോൺ ഇതാ ഞാനാണ്, എൻ്റെ മുഖമാണ് എന്ന് പറയുന്നതിന് തുല്യമാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. അത് ശരിയല്ല. നമ്മൾ ഏതെങ്കിലും തരത്തിൽ അറ്റൻഷൻ കിട്ടാൻ വേണ്ടി എന്തെങ്കിലും സംസാരിച്ചോ? ഈ പറയുന്ന പല സാഹചര്യങ്ങളിലും വീണാമണി ഇവിടെ വന്നിരുന്നു. അവർ പറഞ്ഞ കാര്യങ്ങൾ അവർ കൃത്യമായി നമ്മൾ കൊടുത്തു. അവർക്കെതിരെ വിമർശനങ്ങൾ ഉന്നയിച്ച ആളുകളുണ്ട്, ആ വിമർശനങ്ങൾ ഉന്നയിച്ച ആളുകളുടെ സാധനങ്ങൾ നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അവരുടെ യാഥാർത്ഥ്യം തെളിയിക്കേണ്ടത് പോലീസാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പോലീസ് അവരുടെ മൊഴിയെടുത്ത് ഇവർ കൃത്യമായി തെളിവുകൾ ഉണ്ടെങ്കിൽ അതും കൂടെ കൂട്ടിച്ചേർത്ത് കൊടുക്കണമെന്ന് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഈ കേസിനെ അട്ടിമറിക്കാൻ ഞാൻ ചോദിക്കട്ടെ, തന്നെ ഒരു കാര്യം, തന്നെ നേരത്തെ പറഞ്ഞില്ലേ വീണാമണി സംസാരിക്കുന്നതിനിടയിൽ ഡ്രൈവർ എന്നല്ല ഡൈവർ എന്നാണ് പറയുന്നത്. ഒരു പാവപ്പെട്ട സ്ത്രീ, ഒരു സാമൂഹ്യ പ്രവർത്തകയായിട്ട് സ്ത്രീ, അവർക്ക് ചിലപ്പോൾ സംസാരിക്കുന്നതിനിടയിൽ നാവ് കൊഞ്ഞിച്ചിട്ട് ഡ്രൈവർ എന്ന് പറയാൻ പറ്റാതെ ഡൈവർ എന്നൊക്കെ പറഞ്ഞു പോയിട്ടുണ്ടാവും. അതൊക്കെ മനുഷ്യ സഹജമാണ്. അങ്ങനെയൊക്കെ വരും. എല്ലാവർക്കും നമ്മളെ പോലെയോ ഈ പറയുന്ന ചാനൽ ആൾക്കാരെ പോലെയോ സംസാരിക്കാൻ കഴിയോ? എല്ലാം തികഞ്ഞവരായ ആരുണ്ട്? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, വീണാമണി പെൺപുലിയാണെന്ന് ഞാൻ പറയും. എനിക്ക് അവരോട് പല കാര്യങ്ങളിലും വിയോജിപ്പുണ്ട്. പക്ഷെ എങ്കിൽ പോലും CPM എന്ന് പറയുന്ന ഒരു പാർട്ടിക്കെതിരെ, കാരണം ഏത് നിമിഷവും പുറകിൽ വാളും ഇന്നോവ വാഹനവും വരാൻ സാധ്യതയുള്ള ഒരു പാർട്ടിക്ക് മുന്നിൽ നിന്നുകൊണ്ട് ഈ കൊലപാതകത്തിന് പിന്നിൽ പാർട്ടി സെക്രട്ടറിയുടെയും മകൻ്റെയും ഭാര്യയുടെയും ഫോണുകൾ പരിശോധിക്കണമെന്നും കണ്ണൂരിലെ രാഷ്ട്രീയത്തിൻ്റെ തളതൊട്ടപ്പനായ MP ജയരാജന്റെ സാന്നിധ്യമുണ്ട് എന്ന് ധൈര്യമായി വിളിച്ചു പറഞ്ഞ ആളാണ് വീണാമണി. ആ വീണാമണിയെ കുറിച്ചാണ് എവിടെയോ ഇരുന്നൊരു പ്രതിപക്ഷം എന്ന് പറയുന്ന ഒരു യൂട്യൂബിലിരുന്ന് ഞാൻ അങ്ങനെ അനലൈസ് ചെയ്യുന്നു, ഞാൻ ഇങ്ങനെ. വീണാമണിക്ക് ഉള്ള ധൈര്യം പോലും ഇവിടുത്തെ മാധ്യമങ്ങൾക്കില്ല എന്നുള്ളതാണ്. അല്ല, അവിടെ ഒരു കാര്യം കൂടെ ഉണ്ട്. അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്, പ്രവീൺ ബാബുവിന്റെ അടുത്ത് പോയി ഇവർ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടും അന്ന് ഇദ്ദേഹം പോയി പറഞ്ഞില്ലല്ലോ. ഇന്ന് ഇദ്ദേഹം പോയി പറഞ്ഞോ? റീപോസ്റ്റ്മോർട്ടം നടത്താൻ അദ്ദേഹം പോയി പറഞ്ഞില്ല. ഈ വീണാമണി അവിടെ പോയി പറഞ്ഞിട്ട് ഈ പറയുന്ന സഹോദരൻ എന്തുകൊണ്ടാണ് ഈ പോസ്റ്റ്മോർട്ടം നടത്താത്തത് അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ ചെയ്യാത്തത് എന്ന് അദ്ദേഹത്തിന്റെ വിശദീകരണം പുറത്തു വന്നാൽ മാത്രമേ നമുക്ക് അതിന്റെ കാര്യങ്ങൾ അറിയാൻ പറ്റൂ. പക്ഷെ ഇവരവിടെ പോയി പറഞ്ഞു, എന്നിട്ടും അവരത് കേട്ടില്ല. അദ്ദേഹത്തിന്റെ ഭാര്യ മഞ്ജുഷയോടും കുടുംബത്തോടും പറയാൻ അവർക്ക് പറ്റിയില്ല. പക്ഷെ സഹോദരനോട് പറഞ്ഞു, സഹോദരൻ അത് ചെയ്തില്ല. സഹോദരൻ പറയുന്നു ഇന്ന് ആശുപത്രികളിലൊക്കെ CPM സാന്നിധ്യമാണെന്ന് പറയുന്നു. ദൂരെ സ്വകാര്യ മെഡിക്കൽ കോളേജിൽ നടത്താൻ പറയുമ്പോൾ അതിനും സമ്മതിക്കുന്നില്ല എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. ഇതിലൊക്കെ സത്യമുണ്ടോ എന്നുള്ളത് പോലീസ് അന്വേഷണത്തിലൂടെയല്ലേ വിശദമാക്കുക, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അങ്ങനെയുള്ള ഒരു കാര്യത്തെ വെച്ചുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ പറയരുത്. പിന്നെ പോലീസ് വിട്ടതാണ് വീണാമണിയെ, ഇവർ വിട്ടതാണ് എന്നൊക്കെ പറയുന്നതിനോട്
ഇതൊക്കെ ആരെങ്കിലും വിശ്വസിക്കുമോ? ഇവർ പറയുന്നതിൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പാകപ്പിഴകൾ ഉണ്ടായിരിക്കാം, മുഴുവൻ സത്യമാണ് എന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ അവർ പറയുന്ന കാര്യങ്ങളിൽ പറയുന്ന ഒരുപാട് സത്യങ്ങളുണ്ട്. ആ സത്യങ്ങൾ സാക്ഷിയായി വിളിച്ചു വരുത്തി പോലീസ് രേഖപ്പെടുത്തി, അവർ പറയുന്ന കാര്യങ്ങൾ രേഖപ്പെടുത്തി, അതുകൂടെ അന്വേഷണത്തിൽ വെക്കണം. ഹൈക്കോടതിയിൽ കുടുംബം കൊടുത്തതിൽ ഇവരെ വീഡിയോ ഉണ്ട്, ഇവർ പറഞ്ഞ കാര്യങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് അത് കുടുംബം അവിടെ കൊടുത്തത്? അവരെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട്, അവരെ കൂടെ ഭാഗം കൂടി കേൾക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്ന പ്രതിപക്ഷ ചാനലിൽ ഇരുന്ന് നമ്മളെ പറഞ്ഞതുകൊണ്ട് അദ്ദേഹത്തെ അപമാനിക്കാനൊന്നും അല്ല വീഡിയോ. ദയവായി അങ്ങ് വളരെ സീനിയർ ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അങ്ങയുടെ ഭാഗത്തു നിന്ന് ഇത്തരം വാക്കുകളല്ല വരേണ്ടത്. അതുകൊണ്ട് മാത്രമാണ് നമ്മളിതിവിടെ പറഞ്ഞത്. കുറച്ചുകൂടി മറ്റുള്ള മാധ്യമപ്രവർത്തകരൊക്കെ മര്യാദയ്ക്ക് ഇവരൊക്കെ ഇടുന്ന എന്താ ചെയ്യുന്നത്, ഇവരെങ്ങനെയാണ് ചോദിക്കുന്നത് എന്നൊക്കെയാണ് പറയുന്നത്. ഇവരോട് ചോദിക്കാൻ, ഈ വിദഗ്ധയോട് ചോദിക്കാൻ എന്താ കാര്യം എന്നൊക്കെയാണ്. ഇവർ വിദഗ്ധയൊന്നും ആയിരിക്കില്ല. പക്ഷേ അവർ കണ്ടു എന്ന് പറഞ്ഞൊരു കാര്യം മറ്റ് മാധ്യമങ്ങൾ കൊടുക്കാതിരുന്നപ്പോൾ നമ്മളും മറ്റു ചില ക്രൈമും അതുപോലെ ചില മാധ്യമങ്ങളൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ കൊടുത്തു എന്നുള്ളതാണ്. അത് നമ്മൾ ഇനിയും ചെയ്യും. അതിനെ യാഥാർത്ഥ്യം കണ്ടുപിടിക്കേണ്ടത് പോലീസാണ്.